കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വെച്ച് കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തി. ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത്. ബസ് കളമശ്ശേരി HMT ജംഗ്ഷനിലെത്തിയപ്പോൾ അകത്ത് കയറിയ അക്രമി കണ്ടക്ടറെ കുത്തുകയായിരുന്നുവെന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പറഞ്ഞു. ബസ്സിലെ യാത്രക്കാരൻ അഷ്കറിന്റെ കൂടെ സിജോ വർഗീസ് ചേരുന്നു. ഉച്ചയ്ക്ക് 12:30 ഈ സംഭവം നടക്കുന്നത്. കളമശ്ശേരി HMT ജംഗ്ഷനിൽ വെച്ചാണ് ഈ ഹിദായത്ത് ബസ്സിലെ കണ്ടക്ടറായിരുന്ന അനീഷിന് ഈ അക്രമിയുടെ കുത്തേൽക്കുന്നത്. അതിനുശേഷം ഈ ബസ്സിൽ നിന്നും അക്രമി ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കളമശ്ശേരി ഈ ജംഗ്ഷനിൽ വെച്ച് ഈ ബസ്സിലേക്ക് അക്രമി പാഞ്ഞു കയറുകയും അതിനുശേഷം ഈ ഡ്രൈവറുടെ അടുത്ത് നിന്നിരുന്ന അനീഷിനെ ഈ അക്രമി ആക്രമിക്കുകയുമായിരുന്നു. എന്തായാലും അതിനുശേഷം ഈ തൊട്ടടുത്ത ജുമാ മസ്ജിദ് പള്ളിയുടെ മുൻഭാഗത്തു കൂടി ഈ അക്രമി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ആ CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. എന്തായിരുന്നു സംഭവം, കണ്ട കാഴ്ച? ഞാൻ ആ ബസ്സിൽ പാസഞ്ചറായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഇറങ്ങേണ്ട സ്റ്റോപ്പായിരുന്നു. ബസ്സിൽ പൊതുവേ എനിക്ക് തോന്നുന്നു ഈ ബസ് ഇവിടെ നിന്ന് തിരിച്ച് പോകേണ്ടതായതുകൊണ്ട് ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു 3 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പയ്യൻ ബാക്ക് സൈഡിൽ നിന്ന് ഡോറിലേക്ക് ചാടി കയറി വന്നിട്ട് ഇവനൊരു അസഭ്യം പറഞ്ഞുകൊണ്ട്, എടാ ഞാൻ നിന്നെ വിടില്ലടാ എന്ന് പറഞ്ഞൊരു അസഭ്യം പറഞ്ഞുകൊണ്ട് ഈ കണ്ടക്ടർ ഡ്രൈവറുമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിൽ പോയിട്ട് ഷോൾഡറിൻ്റെ ഈ ഏരിയയിലോട്ടൊക്കെ കുത്തുമായിരുന്നു. ഞാൻ വീണ്ടും കത്തിയൂരി, വീണ്ടും കുത്തി, വീണ്ടും അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ തിരിഞ്ഞ് ഞാൻ ഈ പയ്യൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു, ഈ പ്രതിയുടെ അടുത്തേക്ക്. അപ്പോൾ ഫ്രണ്ട് ഡോറിൽ കൂടി ചാടി ഇറങ്ങി വന്ന് ഞാൻ ബസ്സിൻ്റെ ബാക്ക് ഡോറിൽ കൂടി ഞാൻ ചാടി വന്നതാണ്. ഈ വഴിയിൽ കൂടിയാണ് ഓടി താഴോട്ട് വന്നത്. ഈ താഴെ വരെ ഇവിടം വരെ ഞാൻ പ്രതിയുടെ ബാക്കിൽ ഓടിയായിരുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഞാൻ തിരിച്ച് ബസ്സിലോട്ട് കയറുകയാണ് ചെയ്തത്. കയറിയിട്ട് ഈ കുത്തി ഏറ്റ ആളെ കണ്ടക്ടറാണ് പുള്ളീനെ ഒരു ഓട്ടോയിൽ കയറ്റി, ഡ്രൈവറും ഞാനും കൂടി പുള്ളിയെ ഒരു ഓട്ടോയിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. പുള്ളി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചു എന്നാണ് അറിഞ്ഞത്. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ പുള്ളി ഏതാണ്ട് പാരലൈസ്ഡ് ആയായിരുന്നു. ഇത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോലീസിന് വിവരം കൈമാറിയിട്ടുണ്ടോ? പോലീസിന് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പോലീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരും പെട്ടെന്ന് തന്നെ വന്നായിരുന്നു. അറിഞ്ഞത് ഇവിടുന്ന് വിളിച്ച് പറയാനുള്ളൊരു ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. അറിഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും വന്നായിരുന്നു. എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് മൊഴിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞു. ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യാം. എൻ്റെ പേര് അഷ്കർ എന്നാണ്. എന്തായാലും അഷ്കർ പറയുന്നത് ഈ ബസ്സിൽ ഈ കൃത്യം നടത്തിയ ശേഷം ഈ കാണുന്ന വഴിയിലൂടെ ആൾ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ്. ഈ പള്ളിയിലെ CCTV ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഈ കൃത്യം നടത്തിയതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വാർത്തകൾ, പല രീതിയിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഈ ആരാണ് കൊല നടത്തിയത് എന്നുള്ള കാര്യത്തിലും പോലീസിന് ഒരു സൂചന ലഭിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്.